നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിക്സൽ 9 സീരീസിന്റെ ലോഞ്ച് ഓഗസ്റ്റിൽ നടക്കാൻ പോവുകയാണ്. ഈ ഓഗസ്റ്റിൽ പിക്സൽ 9, പിക്സൽ 9 പ്രോ, പിക്സൽ 9 പ്രോ എക്സൽ അങ്ങനെ 3-4 മോഡലുകൾ പുറത്തിറങ്ങും. ഒരു പുതിയ മോഡലും കൂടിയുണ്ട്. നോർമലി പിക്സൽ 9 പിക്സൽ പ്രോ വരെയാണ് വന്നുകൊണ്ടിരുന്നത്. ഇത്തവണ പ്രോ എക്സൽ എന്ന് പറഞ്ഞൊരു മോഡലും കൂടി ഉണ്ടാകും. അപ്പോൾ പിക്സൽ സീരീസ് ഇതുവരെ അതിന്റെ പെർഫോമൻസ് എങ്ങനെ ഇരുന്നു, അത് വാങ്ങണോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഞാൻ പിക്സൽ 6a തൊട്ടുള്ള ഫോണുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ പിക്സൽ 7 പ്രോ ഉണ്ടായിരുന്നു. ഇത് പിക്സൽ 8 പ്രോ ആണ്. ഞാൻ കഴിഞ്ഞ ഡിസംബർ തൊട്ട് ഈ ഫോൺ യൂസ് ചെയ്യുകയാണ്. എൻ്റെത് 256 GB വേരിയന്റ് ആണ്. ഇന്ത്യയിൽ 256 വരെ അവൈലബിൾ ആയിരുന്നുള്ളൂ, 512 അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ 256 ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. അറൗണ്ട് ഇപ്പോൾ 8 മാസം യൂസ് ചെയ്തു. ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഈ ഫോണ് ഫോട്ടോ എടുക്കാനാണെങ്കിൽ ഏറ്റവും മികച്ച ഫോണെന്ന് പറയേണ്ടി വരും. എൻ്റെ കയ്യിൽ സാംസങ് S24 അൾട്ര ഉണ്ടായിരുന്നു. അതിനേക്കാളൊക്കെ മികച്ചതാണ്. ഐഫോൺ ഞാൻ യൂസ് ചെയ്യാറില്ല, സോ അതുകൊണ്ടൊരു കമ്പാരിസൺ എനിക്ക് സാധ്യമല്ല. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഷവമി 14 അതിനേക്കാളും നല്ല സ്റ്റിൽ ക്യാമറയാണ്. പക്ഷെ വീഡിയോ ക്യാമറയിൽ ഷവമി 14 ആണ് നല്ലത്. സോ ഈ ഫോൺ ഞാൻ വാങ്ങുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് നല്ല സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കിട്ടും, വളരെ സിമ്പിൾ ആയിരിക്കും, ഫാസ്റ്റ് ആയിരിക്കും യൂസർ ഇന്റർഫേസ്, അതുകൊണ്ട് നല്ല സ്പീഡ് കാണും, പ്രോസസ്സർ സ്ട്രഗിൾ ചെയ്യാനുള്ള ചാൻസ് കുറവാണ് എന്നൊക്കെയായിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രോസസ്സർ ടെൻസർ G3, എനിക്ക് തോന്നുന്നു സാംസങ്ങിൻ്റെ ഒരു പ്രോസസ്സർ ഇവർ ഗൂഗിൾ എടുത്ത് അപ്ഡേറ്റ് ചെയ്ത് ടെൻസർ G3 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ പെർഫോമൻസ് സത്യം പറഞ്ഞാൽ വളരെ പരിതാപകരമാണെന്ന് പറയേണ്ടി വരും. ഫ്ലാഗ്ഷിപ്പ് വില വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 256 GB അറൗണ്ട് 1,10,000 ആയിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ പെർഫോമൻസ് വളരെ സ്ലഗിഷ് ആണ്. ഇപ്പോൾ ഷവമി 14 ഒക്കെ സ്നാപ്ഡ്രാഗൺ 800 തേർഡ് ജനറേഷൻ ആയതുകൊണ്ട് വളരെ നല്ല പെർഫോമൻസ് ആണ്. ഷവമിയുടെ ഹൈപ്പറോയ്സ് ഒക്കെ പലരും പരാതി പറയുന്നുണ്ടെങ്കിലും വളരെ ഫാസ്റ്റ് ആണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ഇന്റർഫേസ് സ്ലഗിഷ് ആണെന്ന് പറയേണ്ടി വരും. കാരണം പ്രധാനമായിട്ടും ത്രോട്ട്ലിംഗ് സംഭവിക്കുന്നുണ്ട്. കുറച്ച് ആപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഹീറ്റ് വരും. ബാറ്ററി ഡിസ്ചാർജ് വളരെ അധികം ഫാസ്റ്റ് ആണ്. ഇതുപോലെ ബാറ്ററി ഡിസ്ചാർജ് ഉള്ളൊരു ഫോൺ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്, ഞാൻ ബേട്ട യൂസ് ചെയ്യുന്നുണ്ട്, ആൻഡ്രോയിഡ് 15 ആണ്. അപ്പോൾ അത് മൊത്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്യുവർ സോഫ്റ്റ്വെയർ അല്ല, ഫൈനൽ ഫിനിഷ്ഡ് സോഫ്റ്റ്വെയർ അല്ല. എങ്കിൽ പോലും ഇതിന്റെ ബാറ്ററി ഡിസ്ചാർജ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ബാറ്ററി ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയമാണെങ്കിലും 1.5 മണിക്കൂറാണ്. ഏത് ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്താലും 1.5 മണിക്കൂർ മിനിമം വേണം. സാംസങ്ങിന്റെ S24 അൾട്ര 45 വാട്ട് ഉപയോഗിച്ചാൽ 1 മണിക്കൂറിനകം തീരും സൂപ്പർ ഫാസ്റ്റ് 2.0 ചാർജിങ്ങിൽ. ഷവമി 14 ഒക്കെ വെറും 30 മിനിറ്റ് ഫുൾ ചാർജ് ചെയ്യുന്ന വലിയ ഉപകാരമാണ്. വളരെ അത്യാവശ്യപ്പെട്ട് നിൽക്കുമ്പോൾ ഈ 14 ഒക്കെ ഷവമി 14 ഒക്കെ യൂസ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ഒരു 15 മിനിറ്റ് കൊണ്ട് 50% ഈസി ആയിട്ട് കയറും. അത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ഔട്ട്ഡേറ്റഡ് ആണ്. ഇതിന്റെ ക്യാമറ, വീഡിയോ ക്യാമറയും അത്യാവശ്യം നല്ല വീഡിയോ ക്യാമറ തന്നെയാണ്. പക്ഷെ സ്റ്റിൽ ക്യാമറയുടെ അത്രയും നല്ലതല്ല. വീഡിയോ കമ്പയർ ചെയ്യുമ്പോൾ S24 അൾട്രയുടെ അത്ര പെർഫോമൻസ് ഇല്ല. പക്ഷെ കഴിഞ്ഞ പിക്സൽ വെച്ച് നോക്കുമ്പോൾ 7 പ്രോ വെച്ച് നോക്കുമ്പോൾ നല്ല പെർഫോമൻസ് ആണ്. പ്രത്യേകിച്ചും നമ്മുടെ രാത്രിയിൽ എടുക്കുന്ന വീഡിയോ ഒക്കെ പിക്സൽ 8 പ്രോ നല്ലത് തന്നെയാണ്. ഇതിൽ കുറേ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് ഉണ്ട്. ഓഡിയോ റേസർ എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ ഉണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത നോയ്സ് ഒക്കെ ഇത് മാറ്റിയെടുക്കാം. പക്ഷെ അതിൽ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 മിനിറ്റ് വരെയുള്ള വീഡിയോയിലേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. നമ്മളൊരു 10 മിനിറ്റ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഓഡിയോ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് വരെ അത് വർക്ക് ചെയ്യത്തുള്ളൂ. ഓരോ തവണയും നമ്മൾ 2 മിനിറ്റ് വീഡിയോ കട്ട് ചെയ്തിട്ട് എല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്യില്ല. അതൊക്കെ വലിയ പ്രോസസ് ആണ്. സോ അത് യൂസ് ആകുന്നില്ല. അതുപോലെ ഇതിന്റെ മൾട്ടി ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ അതെല്ലാം ഉപകരിക്കുന്നുണ്ട്. പക്ഷെ സാംസങ്ങിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പോലെ ഇത് ഫോൺ ചെയ്യുമ്പോൾ നമുക്ക് ലാംഗ്വേജ് അപ്പുറത്ത് ഇരിക്കുന്ന ആൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന രീതി ഇപ്പോഴും ഇതിൽ വന്നിട്ടില്ല, വരുമായിരിക്കാം. പിന്നെ ഏറ്റവും വലിയ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് കവറേജ്. പിന്നെ നെറ്റ്വർക്ക് ആന്റിനാസ് സ്ട്രഗിളിംഗ് ആണ് മോസ്റ്റ് ഓഫ് ദ ടൈം. ഇതിൽ ഒരേ സമയത്ത് 2 സിം 5G യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു സിം 5Gയും ഒരു സിം 4Gയും ആയിരിക്കും. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഇപ്പം ബാക്കിയുള്ള ഫോണുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ സ്ട്രഗിളിംഗ് ആണ് കൂടുതൽ സമയം. ഇത് തനിയെ തന്നെ ഈ നെറ്റ്വർക്ക് റീസെറ്റ് ആവും. ചില സമയത്ത് നെറ്റ്വർക്ക് വർക്ക് ചെയ്യത്തില്ല, അപ്പൊ ഡേറ്റ വർക്ക് ചെയ്യത്തില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ ബഗ്ഗുകളുണ്ട്. എത്ര യൂസ് ചെയ്തിട്ടും പിക്സൽ 7 പ്രോ തൊട്ട് തുടങ്ങിയ ബഗ്ഗുകളാണ്. ഇതിലൊന്നും ആ മാറ്റം വരുന്നില്ല. അപ്പൊ ഇവര് ഗൂഗിൾ പറയുന്ന അവരുടെ ഏറ്റവും ബെസ്റ്റ് സോഫ്റ്റ്വെയർ ആണ്, ഇവർ ഹാർഡ്വെയർ ഇപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവർ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറിലോട്ട് പോകുന്നത് വരെയും ഇതിന്റെ പെർഫോമൻസിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് മാറാൻ പോകുന്നില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ, പ്രത്യേകിച്ച് ഈ സ്നാപ്ഡ്രാഗൺ 8 തേർഡ് ജനറേഷനൊക്കെ വളരെ ഫാസ്റ്റും അതിന്റെ ത്രോട്ട്ലിംഗ് എല്ലാം അണ്ടർ കൺട്രോൾ തന്നെയാണെന്ന് പറയേണ്ടി വരും.
സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ ഫോൺ വാങ്ങുന്ന പ്രൈസിന് ഈ ഓണറിന്റെയൊക്കെ ഫോൺ, ഓണർ 200 Pro എന്ന ഫോണൊക്കെ ഇപ്പൊ ഫുൾ ഡിസ്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ അറൌണ്ട് 44,000 നമ്മളെ കയ്യിൽ കിട്ടും. അത്യാവശ്യം വളരെ നല്ല പെർഫോമൻസ്, ക്യാമറ എല്ലാം ആണ്, ഫാസ്റ്റ് ചാർജിങ് ആണ്. ഇതെല്ലാം നമുക്ക് ഇതിന്റെ പകുതി വിലയ്ക്ക് കിട്ടും. സോ ഇത്രയും വില കൊടുത്ത് ഈ ഫോൺ വാങ്ങുമ്പോൾ ഇത് എന്താണ്, ഞാനിത് വാങ്ങിയപ്പോഴത്തേക്ക് ഇതിന്റെ ഒരു സോഫ്റ്റ്വെയർ ആൻഡ് ഒരു ക്യാമറ ഇന്റഗ്രേഷൻ അത്രയും നല്ലതായിരിക്കും എന്ന് വിചാരിച്ചാണ് വാങ്ങിയത്. ക്യാമറ സ്റ്റിൽ ക്യാമറ ആണ്, പക്ഷെ ബാക്കി ഏത് ആസ്പെക്ട് എടുത്താലും ചാർജിങ്ങോ ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നതും ഇതിന്റെ പെർഫോമൻസും അത്ര നല്ലതാണെന്ന് പറയാൻ പറ്റത്തില്ല. ബ്രൈറ്റ്നസ് ഒക്കെ അത്യാവശ്യത്തിന് ഓക്കെ ആണെങ്കിലും ഇത് ഓട്ടോ ബ്രൈറ്റ്നസ് വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെ ഡാർക്ക് ആയിട്ടുള്ള റൂമിൽ ലൈറ്റ് കുറവാണെങ്കിൽ ഇതിന്റെ സ്ക്രീൻ വളരെ ഡിമാണ്. ഓരോ തവണയും നമ്മൾ ബ്രൈറ്റ്നസ് കൂട്ടേണ്ടി വരും. നോർമലി പറയുന്നത് അങ്ങനെ നമ്മൾ കൂട്ടി വരുമ്പോൾ ഇത് സിസ്റ്റം അത് ലേൺ ചെയ്ത് ഓട്ടോമാറ്റിക്കലി ആ ബ്രൈറ്റ്നസ്സിലോട്ട് പോകുന്നതാണ്, പിന്നെ കുറെ കഴിഞ്ഞ് ഡാർക്ക് റൂമിലോട്ട് പോകുമ്പോൾ. പക്ഷെ ഇത് അങ്ങനെ ഒന്നും സെൽഫ് ലേൺ ചെയ്യുന്നില്ല. മൊത്തത്തിൽ ഇതിന്റെ പ്രൈസും ഇതിന്റെ പെർഫോമൻസും തമ്മിൽ മാച്ച് ആകുന്നില്ല. ഇപ്പൊ Pixel 9 Pro വാങ്ങാൻ നമ്മൾ പോവുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ Pixel 9 Pro ഇറങ്ങുമ്പോഴും ടെൻസറിന്റെ പുതിയ G4 എന്ന പ്രോസസ്സർ ഇറങ്ങാണ്ടാണ് വരുന്നത്. പക്ഷെ ആ പ്രോസസ്സർ ഈ പറയുന്ന പോലെ സ്നാപ്ഡ്രാഗണിന്റെ പ്രോസസ്സറിന് അത്ര നല്ലതായിരിക്കണം നിർബന്ധമില്ല, ആയേക്കാം. പക്ഷെ ഇതിന്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ സംശയമുണ്ട്. അപ്പൊ അത് ഈ ഗൂഗിൾ Pixel 9 സീരീസ് വന്നിട്ട് അത് കുറച്ചു കാലം അതിന്റെ ഫീഡ്ബാക്ക് കസ്റ്റമേഴ്സും അല്ലെങ്കിൽ നല്ല റിവ്യൂസും ഒക്കെ ജെന്യൂൻ ആയിട്ടുള്ള കുറെ റിവ്യൂസും ഫീഡ്ബാക്ക് നോക്കിയിട്ട് ഈ ഹാർഡ്വെയർ പെർഫോമൻസും സോഫ്റ്റ്വെയർ പെർഫോമൻസും ഒരുമിച്ചാൽ മാത്രമേ ആ ഫോൺ എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റും എന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഓഡിയോ കോൾ ക്വാളിറ്റി അത്ര പോരാ. ഞാൻ പറഞ്ഞു നെറ്റ്വർക്ക് ആന്റിനാസിന്റെ പെർഫോമൻസ് അത്ര സ്മൂത്ത് അല്ല, അതിന്റെ ഓഡിയോ കോൾ ക്വാളിറ്റി അത്ര നല്ലതല്ല. പക്ഷെ മീഡിയ കൺസെപ്ഷൻ ഇതിന്റെ സ്പീക്കേഴ്സ് വളരെ നല്ലതാണ്, വളരെ ലൗഡാണ്, നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഏത് ആസ്പെക്ട് എടുത്താലും ഇത് തെറ്റില്ല. പക്ഷെ ഈ പ്രൈസിന് വർത്താണെന്ന് ചോദിച്ചാൽ അല്ല. ഇതിന്റെ സ്ക്രീനൊക്കെ വളരെ ടഫാണ്, നമുക്ക് ചെറിയ സ്പിൽസോ ഫോൾസോ ഒന്നും ഇത് സ്ക്രാച്ച് ഒന്നും വരത്തില്ല. നല്ല പ്രൊട്ടക്ഷൻ തന്നെയുണ്ട്, വാട്ടർ പ്രൂഫിങ് നല്ല പ്രൊട്ടക്ഷൻ തന്നെയുണ്ട്. പിന്നെ ഞാൻ സ്പൈക്കിന്റെ കേസ് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഫുള്ളി പ്രൊട്ടക്റ്റഡ് തന്നെയാണ്. സോ ഈ ഫോൺ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റേറ്റിംഗ് ഒരു 4.5 to 5 കൊടുക്കത്തുള്ളൂ. ഇപ്പൊ S24 Ultra എന്നോട് ചോദിച്ചാൽ എനിക്ക് ചില ബുദ്ധിമുട്ടുള്ളതിൽ തോന്നിയിട്ടുണ്ട്. അതിന്റെ ഒരു യെല്ലോയിഷ് ടിന്റ് ക്യാമറയിൽ വരുന്നതും പിന്നെ അതിന്റെ മൊത്തത്തിലുള്ള പെർഫോമൻസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ സാംസങ് S24 Ultra'യുടെ സ്ക്രീന് വളരെ വളരെ സ്ട്രോങ് ആണ്. ഏറ്റവും ബെസ്റ്റ് സ്ക്രീൻ പ്രൊട്ടക്ഷൻ S24 Ultra'യുടെ ആണ്. വളരെ എന്താ പറയുന്ന സ്ട്രോങ് ആണ്. കാരണം പലതരം ഫോൾസ് കസ്റ്റമേഴ്സിനും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റിവ്യൂസും ചെയ്തിട്ട് പോലും അതിന്റെ സ്ക്രീന് വലുതായിട്ട് ഡാമേജ് വന്നിട്ടില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ പെർഫോമൻസ് പോരാ ഇതിന്റെ സ്ക്രീൻ പ്രൊട്ടക്ഷന്റെ. പിന്നെ നമ്മൾ ബാക്കിയുള്ള ഇപ്പോഴത്തെ ഫോണുകൾ എടുത്താൽ Xiaomi 14 Ultra, പലതരം ആൾക്കാർ ഇതിന്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് കംപ്ലൈന്റ് പറയുന്നുണ്ട്. പെർഫോമൻസ് ഇതിനേക്കാൾ എത്രയോ മെച്ചമാണ്. ഈവൻ ഓണറിന്റെ ഫോണുകളുടെ പെർഫോമൻസ് എത്രയോ മെച്ചമാണ്. OnePlusന്റെ പെർഫോമൻസ് മെച്ചമാണ്. ഈവൻ നമ്മുടെ വിവോയുടെ പെർഫോമൻസ് മെച്ചമാണ്. സോ ഇത്രയും പൈസ കൊടുത്ത് ഇതിന്റെ പെർഫോമൻസ് ഓപ്റ്റിമൈസ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഫോൺ വാങ്ങിച്ചിട്ട് കാര്യമില്ല. സോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിനുള്ള പ്രധാന ഉദ്ദേശം ഇതിന്റെ ലോഞ്ച് Pixel 9 സീരീസ് ലോഞ്ച് വരുവാണ്. ഒരുപാട് പേര് എക്സൈറ്റഡ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഒരു 6 മാസത്തെ ഫീഡ്ബാക്കിന് ശേഷം മാത്രം വാങ്ങുക. ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്നെ പഠിപ്പിച്ചത്. വീഡിയോ കണ്ടതിന് നന്ദി, നമസ്കാരം. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.